നമ്മുടെ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ മാറ്റർ ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്? ആൻഡ് ദ ആൻസർ ഇസ് യെസ്. ജസ്റ്റ് ഈ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ 3 സ്റ്റേറ്റ്സിനെയും കാണാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഇസ് ഐസ്, വിച്ച് ഇസ് ദ സോളിഡ് സ്റ്റേറ്റ്. ദെൻ വാട്ടർ, അതാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ആൻഡ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. സോ നമുക്ക് മാറ്ററിനെ 3 സ്റ്റേറ്റ്സിലോട്ടും ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വാട്ട് ആർ ദോസ് തിങ്സ് വിച്ച് ലീഡ്സ് ടു ദാറ്റ് ഇന്റർ കൺവേർഷൻ? സോ ലെറ്റ്സ് സീ ദാറ്റ്. ദ 2 തിങ്സ് വിച്ച് ലീഡ്സ് ടു ഇന്റർ കൺവേർഷൻ ഓഫ് മാറ്റർ എന്ന് പറയുന്നതാണ്, ഒന്ന് നമ്മളുടെ ടെമ്പറേച്ചറിനെ വേരി ചെയ്ത് നമുക്ക് മാറ്ററിനെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലേക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പ്രഷർ. Not this pressure, okay, the one which you people face. Yeah, in some way you can say even one state of matter faces that experiences that pressure in order to change into another form. So ഈ ടോപ്പിക്കിൽ, ഈ വീഡിയോയിൽ particularly നമ്മൾ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ I will be covering about the effect of change of pressure in interconversion of matter. Okay, so here we are going to talk about temperature. ഇപ്പം ഈ ഹെഡിങ്ങിൽ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കണമെന്ന് വെച്ചാൽ യു ജസ്റ്റ് നീഡ് ടു റിമെമ്പർ ദിസ് ഡയഗ്രാം. ഇതിൽ ഞാൻ ലേബിൾ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് ഉണ്ട്, അത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ടോട്ടലി കവർ ദാറ്റ് എൻറ്റയർ ടോപ്പിക്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പർട്ടിക്കുലർ മാറ്ററിൻ്റെ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക്, ഗ്യാസിൽ നിന്ന് റിവേഴ്സ് ലിക്വിഡിലേക്ക്, ആൻഡ് ലിക്വിഡിൽ നിന്ന് പിന്നെയും സോളിഡിലേക്ക് എങ്ങനെയാണ് ആകുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് സോളിഡ് ടു ലിക്വിഡ്. സോളിഡ് ടു ലിക്വിഡ് മാറ്റർ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് മെൽറ്റിംഗ്. ഓക്കെ, മെൽറ്റിംഗ് അല്ലെങ്കിൽ അതിന് ഫ്യൂഷൻ എന്നും പറയും. അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, ദ തിങ് ഈസ്, നമ്മൾ ഈ ഡിറക്ഷനിലോട്ട് പോകുമ്പോൾ യു ഹാവ് ടു സപ്ലൈ ഹീറ്റ് വേർ യുവർ സോളിഡ് വിൽ മെൽറ്റ് ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് വിൽ ബോയിൽ ആൻഡ് ടേൺ ഇൻ ടു ഗ്യാസ്. ആൻഡ് ദെൻ റിവേഴ്സ് ഡിറക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് യു ഹാവ് ടു കൂൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യണം. അന്നേരം your gas will condense to a liquid and the liquid will freeze to a solid. So the first one in this cycle is melting. Melting എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡിന് ഹീറ്റ് എക്സ്റ്റേണലി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ സോളിഡ് മെൽറ്റായി ലിക്വിഡായി മാറും. ഓക്കെ, അന്നേരം എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത്? ദാറ്റ് ലീഡ്സ് ടു ദാറ്റ് കൺവേർഷൻ ഫ്രം സോളിഡ് ഓൾ ദ വേ ടു ദ ലിക്വിഡ്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹീറ്റ് കൊടുത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്, റൈറ്റ്? ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ യു നോ നമ്മുടെ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലോട്ട് മെനി സ്മോൾ പാർട്ടിക്കിൾസ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ കൈനറ്റിക് എനർജി, നമ്മളുടെ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ആകും. സോ സോളിഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഒരു ലാസ്റ്റ് വീഡിയോയിൽ, ദാറ്റ് സോളിഡ്സിൻ്റെ പാർട്ടിക്കിൾസിന് ജസ്റ്റ് വൈബ്രേറ്ററി മോഷൻസേ അലൗഡ് ഉള്ളൂ, റൈറ്റ്? സോ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുമ്പം അതിൻ്റെ വൈബ്രേഷൻസ് എവിടെയാണോ അത് നിൽക്കുന്നത് അവിടെ നിന്നുള്ള വൈബ്രേഷൻസ് ഇൻക്രീസ് ആകും. പിന്നെയും ഫർദർ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു റെസ്ട്രിക്ഷൻ, അത് ഫീൽ ചെയ്യുന്ന റെസ്ട്രിക്ഷൻ, പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഫീൽ ചെയ്യുന്ന റെസ്ട്രിക്ഷൻ. എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സോ ഫർദർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യും. ആൻഡ് നൗ ദ പാർട്ടിക്കിൾസ് ലീവ്സ് ദെയർ ഫിക്സ്ഡ് പൊസിഷൻ. അതിൻ്റെ ഫിക്സ്ഡ് പൊസിഷനെ വിട്ടിട്ട് അത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് എവിടാണോ ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി വരുന്നത്? ഫ്ലൂയിഡിറ്റി, റൈറ്റ്? അതിന് ഫ്ലൂയിഡിറ്റി എന്നുള്ള പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് കൺവേർട്ടിങ് ഇൻ ടു ലിക്വിഡ്. ഓക്കെ, സോ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ട്രാൻസ്ഫോം ചെയ്ത് the temperature at which
solid changes to liquid at atmospheric pressure is called the melting point. Okay, and നമ്മൾ ഈ മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ്സിനെ ഫ്യൂഷൻ എന്നും പറയും. ഓക്കെ, സോ നമ്മളുടെ മാറ്റർ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ബോയിലിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബോയിലിംഗ്. ബോയിലിംഗ് നമ്മൾ ഫർദർ ഇനിയും ഹീറ്റ് ചെയ്യുവാണ്. ഇനിയും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ലിക്വിഡ് സ്ലോലി കൺവേർട്ട് ആകാൻ പോകുന്ന ഗ്യാഷ്യസ് ഫോമിലേക്കാണ്. സോ ഫർദർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കുറേ കൂടെ ഇനിയും ഇൻക്രീസ് ആകും. ഓക്കെ, ആൻഡ് ഇപ്പം ഇത്രയും ഇൻക്രീസ് ആയി അത് ആ പാർട്ടിക്കിൾസ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും വേർ ആ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി മാറും. വാട്ട് ഡു ഐ മീൻ ബൈ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒത്തിരി ഇൻക്രീസ് ആകും. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, സോളിഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലിക്വിഡ് എന്ന് പറയുമ്പം കമ്പാരേറ്റീവ്ലി ഉണ്ട്, പക്ഷേ ഗേഷ്യസ് എന്ന് പറയുമ്പം ഒത്തിരി ഗ്യാപ്പിലാണ് പാർട്ടിക്കിൾസ് നിൽക്കുന്നത്, റൈറ്റ്? സോ ഇപ്പം നമ്മൾ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഫർദർ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ കൈനറ്റിക് എനർജി ഇത്ര ഇൻക്രീസ് ആകും ദാറ്റ് ദ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ബിക്കം സോ ലാർജ് ആൻഡ് ദറ്റ് ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ലിക്വിഡ് പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടോട്ടലി വിൽ ബി കട്ട് ഓഫ് ആൻഡ് നൗ പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ, ആ ഹോൾ സ്പേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി അറ്റൈൻ ചെയ്യും. And that is when the liquid gets converted to gas. And the temperature under the atmospheric pressure, the temperature at which this conversion from liquid to gas happens is known as boiling point. So see, the entire process I discussed about the melting point and the boiling point. So these two are the temperatures where solid gets converted to liquid and the boiling point is from liquid to gas. Remember one important thing, that you have to mention that under atmospheric pressure. Normal atmospheric pressure ഉള്ള ആ പ്രഷറിൽ നമ്മളുടെ സോളിഡ് ലിക്വിഡിലോട്ട് കൺവേർട്ട് ആകുന്ന ആ ടെമ്പറേച്ചറിനാണ് മെൽറ്റിംഗ് പോയിന്റ് എന്നും ലിക്വിഡ് ഗ്യാസിലോട്ട് കൺവേർട്ട് ആകുന്ന ടെമ്പറേച്ചറിനുമാണ് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്നും. ഓക്കെ, നൗ നമുക്ക് റിവേഴ്സ് പോവാം. സോ ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിനെ കൂൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗ്യാസിനെ കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഗ്യാസ് ടു ലിക്വിഡ് ഇസ് നോൺ ആസ് കണ്ടൻസേഷൻ. ഓക്കെ, സോ ഇൻ കണ്ടൻസേഷൻ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ടെമ്പറേച്ചർ സ്ലോലി കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറച്ച് കഴിയുമ്പം നമ്മളുടെ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ആകാൻ തുടങ്ങും. ആൻഡ് കൈനറ്റിക് എനർജി ഡിക്രീസ് ആകുന്നതിൻ്റെ കൂടെ തന്നെ ഇന്റർ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ആകാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് വെൻ ദ ഗ്യാസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ലിക്വിഡ്. ഓക്കെ, ആൻഡ് ദെൻ ഫർദർ നമ്മൾ കൂൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി പിന്നെയും ഫർദർ ഡിക്രീസ് ആകും. ആൻഡ് ആ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ലാസ്റ്റ് ടൈം ബോയിലിംഗ് ത്രൂ ടോട്ടലി ലൂസ് ചെയ്ത ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ പിന്നെയും റീഗെയിൻ ചെയ്യും, റൈറ്റ്? ആൻഡ് റീഗെയിൻ ചെയ്ത് ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ദ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഫ്രീസിങ്. ഓക്കെ, നൗ I need you guys to remember two important terms, that is latent heat of fusion and latent heat of vaporization. So ഈ രണ്ട് ടേംസ് നിങ്ങൾക്ക് ന്യൂ ആണ്. So I want you to introduce to these two things. So let's start with what is latent heat of fusion. Latent heat of fusion എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയണം. നമ്മളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലൈക്ക് സോളിഡ് ടു ലിക്വിഡ് പോകുമ്പം ആ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നിടം വരെ നമ്മളുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ ഐസ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് അതിലോട്ടൊരു തെർമോമീറ്റർ ഇടുക. എന്നിട്ട് എന്താ പറയുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആസ് സൂൺ ആസ് നിങ്ങൾ നോട്ടീസ് ചെയ്യും സോളിഡ് ഐസ് വെള്ളത്തിലോട്ട് കൺവേർട്ട് ആകാൻ തുടങ്ങുവാണ്, ദാറ്റ് ടൈം
പ്രിസൈസ്ലി നമ്മളുടെ ടെമ്പറേച്ചർ കാണിക്കുന്ന എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നിടം വരെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു എന്തുവാ പറയുന്നത്, തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സോ റിമെമ്പർ ദിസ് തിങ്. ഇത് നമ്മുടെ ഇപ്പം സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക്, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക്, അല്ലെങ്കിൽ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക്, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക്, ഈ ഇന്റർ കൺവേർഷൻ നടക്കുന്ന ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ എപ്പോഴും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. റിമെമ്പർ ദാറ്റ്, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കീപ് ദാറ്റ് തിങ് ഇൻ മൈൻഡ്. ഓക്കെ, സോ അന്നേരം ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പം നമ്മൾ ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എവിടെ പോവുക? വേർ ഡസ് ദാറ്റ് ഹീറ്റ് എനർജി ഗോ? ഓക്കെ, സോ ദാറ്റ് ഹീറ്റ് എനർജി ഈസ് ആക്ച്വലി യൂസ്ഡ് അപ്പ് ഇൻ ഓവർകമ്മിങ് ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോളിഡിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സസ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് വേണ്ട ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. സോ ആ ഹീറ്റ് എനർജി നമ്മൾ എന്താ പറയുന്നത്, റൈസ് ഇൻ ടെമ്പറേച്ചർ കാണാൻ പറ്റാത്തത് എന്തെന്ന് വെച്ചാൽ, അത് എവിടെ പോകുന്നു വെച്ചാൽ, ആ എനർജി ആക്ച്വലി അവർ തമ്മിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയാണല്ലോ നമ്മൾ ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണുന്നത്. Okay, so this time when solid starts converting to liquid, temperature vary ആകാതെ നിൽക്കുന്ന കാണാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ obviously question ചോദിക്കും, where is that heat energy that we are supplying from outside? Because I can't see any change in temperature. ടെമ്പറേച്ചറിൽ ഒരു വേരിയേഷനും കാണാൻ പറ്റുന്നില്ല. ആ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഫോഴ്സസ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാനാണ് യൂസ് ആകുന്നത്. ഓക്കെ, സോ എന്താ പറയുന്നത്, ആ ഹീറ്റ്, whatever that heat is being used, നമ്മൾ ആ എത്ര ഹീറ്റാണോ നമ്മളുടെ ആ പാർട്ടിക്കിളിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്ത് ലിക്വിഡിലേക്കാകാൻ ഉപയോഗിക്കുന്നത്, അതാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ്. സോ ഫ്യൂഷൻ നടക്കാൻ വേണ്ടി നമുക്ക് ആ ഹിഡൻ ഹീറ്റ്, ലേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് ഹിഡൻ എന്നാണ്. സോ ആക്ച്വലി ശരിയല്ലേ, നമ്മൾ പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്തിട്ടും ടെമ്പറേച്ചർ വേരി ആകാതിരിക്കുമ്പോൾ ആ ഹീറ്റ് പോയി എവിടെ പോയി ആ പാത്തിരിക്കുന്നത്? it's hidden somewhere, right? And that heat is hidden actually because that heat is being used ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ആ ഹീറ്റ് യൂസ് ആകുന്നത്. ആൻഡ് സിൻസ് അത് ഹിഡൻ ആയതുകൊണ്ടാണ് അതിന് വേർഡ് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ്. ആൻഡ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി സോളിഡ് ടു ലിക്വിഡ് പോകുന്ന പ്രോസസ്സിനാണ് ഫ്യൂഷൻ. അന്നേരം ആ ഫ്യൂഷൻ നടക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഹിഡൻ ആയി പോകുന്ന ആ ഹീറ്റിനാണ് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സിമിലർലി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ആകുന്നതിനാണ് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ആ ഹിഡൻ ഹീറ്റ് which is used to overcome the forces of attraction between the particles of liquid so that it gets converted to gas. അന്നേരം ബോയിലിംഗ്, ഇപ്പം വെള്ളം ചൂടാക്കുന്ന സമയത്തും നമ്മൾ സെയിം ഐസിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത പോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളിപ്പോൾ അതിനെ ചൂടാക്കുക. ഓക്കെ, ആൻഡ് ആസ് സൂൺ ആസ് യു സീ ദാറ്റ് വേപ്പർ സ്റ്റാർട്ട്സ് കമ്മിങ്, ചെക്ക് ദ ടെമ്പറേച്ചർ. യു വിൽ സീ ദാറ്റ് തെർമോമീറ്ററിൽ ടെമ്പറേച്ചറിൽ ഒരു വേരിയേഷനും കാണുകയില്ല. ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഈ രണ്ട് ടേംസ് നമുക്ക് ന്യൂ ടേംസ് ആണ്. ഓക്കെ, സോ റിമെമ്പർ, നമുക്ക് ഇനി അതിൻ്റെ ഡെഫിനേഷൻ ഡിസ്കസ് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ജസ്റ്റ് ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ് ദെൻ ആക്ച്വലി effect of temperature in interconversion of matter actually is done for you. Okay, so just understand the concept and just keep this image in mind and these points in mind, that is melting, boiling, condensation, freezing, latent heat of fusion, latent heat of vaporization, and this entire thing, and you are done. Just understand and you are done. Okay, so നമുക്ക് ഇനി ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, സോ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്.
It is the amount of heat energy required to change 1 kilogram of solid into liquid at atmospheric pressure at its melting point is called latent heat of fusion. See, I keep on telling in my videos that wherever ഞാൻ yellow color ആയിട്ട് write-ups ne mark ചെയ്യുവാണെങ്കിൽ those are the keywords. So if you are referring this as a definition and using it for your studies, please do remember ഈ yellow color mark ചെയ്തിരിക്കുന്ന words keywords ആണ്. Don't miss those things when you are writing your answers. Okay. So this is the definition for latent heat of fusion. എന്ന് പറയുമ്പോൾ നമ്മളുടെ 1 kilogram solid എടുത്തിട്ട് അറ്റ്മോസ്ഫെറിക് പ്രഷറിൽ മെൽറ്റിംഗ് പോയിന്റിൽ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡിലേക്ക് കൺവേർട്ട് ആകുന്ന ടൈമിൽ നമുക്ക് എത്ര എനർജിയാണോ ഹിഡൻ ആയി അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. Latent heat of vaporization എന്ന് പറയുന്നതാണ് the amount of heat energy that is required to change 1 kilogram of a liquid into vapor at atmospheric pressure at its boiling point is called latent heat of vaporization. So now some important notes. This also I have been mentioning in my videos that when I mention note, please do remember to keep these points in your mind. They are important. So the first point is, as I discussed before, the temperature remains constant whenever the interconversion of states happen. Okay. Then next, melting point and boiling point is a measure of the strength of forces of attraction. എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് സോളിഡ്സ് എടുത്തു. ഓക്കെ, സോളിഡ് ഒരു സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളുടെ എന്തുവാ പറയുന്നത്, ഐസ് ആയിക്കോട്ടെ, ആൻഡ് വേറെ എന്ന് പറയുന്നത് ഒരു സൾഫർ സാമ്പിൾ ആയിക്കോട്ടെ. ഓക്കെ, സോ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273.16 കെൽവിൻ ആണ്. അതേ സമയത്ത് സൾഫർ, സ്പെസിഫിക്കലി റോംബിക് സൾഫറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ അത് ഒരു 368 കെൽവിൻ ആയിരിക്കും. സോ നമ്മൾ എന്താ നോട്ടീസ് ചെയ്യുന്നത്, ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റോംബിക് സൾഫറിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവാണ്. It's 273. The other one is 368 Kelvin. So lower the melting point, lower is the force of attraction between the particles of ice. Whereas higher the melting point, higher will be the forces of attraction between the particles. That is, here sulfur has in the forces of attraction between the particles of sulfur is higher than that of ice. Got it? Similarly, boiling point in the case higher the boiling point, more the forces of attraction. Okay, and lower the boiling point, lower the forces of attraction. So അതൊരു എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. One is volatile and another one is non-volatile. This I am talking with respect to boiling point. എന്ന് വെച്ചാൽ ലിക്വിഡ്സിൽ നമുക്ക് മുന്നോട്ടൊക്കെ പഠിക്കാൻ വരുമ്പം you will come across these words volatile and non-volatile. Volatile എന്ന് പറഞ്ഞാൽ വളരെ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനാണ് volatile എന്ന് പറയുന്നത്. Whereas like acetone, for example acetone എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ നെയിൽ പോളിഷിലൊക്കെ കാണാൻ കിട്ടുന്ന സംഭവമാണ്. നമ്മൾ ജസ്റ്റ് പാമിലോട്ട് ഒഴിക്കുമ്പം ഇറ്റ് ജസ്റ്റ് ഡിസപ്പിയേഴ്സ്, റൈറ്റ്? എന്തുകൊണ്ട്? അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ലോ ആണ്. അതേ സമയത്ത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലിസറിൻ അതെങ്ങനെയാണ് കാണാതെ ഇറ്റ് ഡസൻ ഡിസപ്പിയർ അല്ലേ? എന്തുകൊണ്ട്? അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്. ദാറ്റ് ഈസ് നോൺ വോളറ്റൈൽ, വേറെസ് അസെറ്റോൺ ഇസ് വോളറ്റൈൽ. സോ റിമെമ്പർ ദീസ് ടു വേർഡ്സ് ഓൾസോ, ബിക്കോസ് ഇൻ ഫ്യൂച്ചർ വെൻ യു സ്റ്റഡി കെമിസ്ട്രി ഈ രണ്ട് വേർഡ്സ് കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ കാണാൻ പോകുന്നതാണ്. സോ നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് freezing point of liquid is same as the melting point of its solid. Okay, freezing point ഉം melting point ഉം സെയിം ആണ്. നമ്മൾ കാണുന്നതാണ്. അതെന്ന് പറയുന്നത് മുകളിലും താഴെ ഉണ്ടായിരുന്ന പ്രോസസ് ആയിരുന്നു നമ്മളുടെ ആ ഇമേജിൽ, റൈറ്റ്? ഹീറ്റ് ചെയ്യുമ്പോൾ മെൽറ്റ് ആകും, കൂൾ ചെയ്യുമ്പോൾ ഫ്രീസ് ആകും, കറക്റ്റ്? സോ ഫ്രീസിങ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും കണ്ടൻസ് ആകുന്ന ആ പോയിന്റും സെയിം ആയിരിക്കും. So
ഫോർ എക്സാമ്പിൾ അത് പിന്നന്നേരം ആക്ച്വലി രണ്ടും എന്ന് പറഞ്ഞാൽ ഫ്രീസ് ആകുമ്പോഴും മെൽറ്റ് ആകുമ്പോഴും സെയിം ടെമ്പറേച്ചർ സെയിം എന്ന് പറയുന്ന ഇതാകുമ്പം എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്? സോ ഇപ്പം 0°C നമ്മുടെ ഐസ് വെള്ളത്തിലേക്കാകുന്നതും 0°C വെള്ളം ഐസിലേക്കാകുന്നത്. സോ ഒരേ ടെമ്പറേച്ചറിലാണെങ്കിൽ പിന്നെ എന്താണ് ആക്ച്വലി ആ പ്രോസസ്സ് നടക്കുന്ന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഐസ് വെള്ളത്തിലേക്കാകുമ്പോഴത്തേക്ക് ആക്ച്വലി അത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓവർകം ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ഐസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു വാട്ടർ. അതേ സമയത്ത് വാട്ടറിൻ്റെ സമയത്ത് തന്നെ വാട്ടറിൽ നിന്ന് ഐസിലേക്കാകുമ്പോൾ തന്നെ അതിന് അതേ amount energy what the ice was making using in order to get converted to water, other amount of energy is actually released when water gets converted to ice. Okay, so I hope you guys understood that. Now this is another important thing, that is sublimation. എന്ന് പറഞ്ഞാൽ നമ്മൾ solid to liquid, liquid to gas, gas to liquid, liquid to solid ഈ സൈക്കിൾ പഠിച്ചു. Now something this is a process where you will actually skip that liquid in between. എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡിനെ ചില സോളിഡ്സ് ഉണ്ട് that will directly get converted to gas on heating and cooling ചെയ്യുമ്പോഴത്തേക്ക് directly will get back to solid. ആ ലിക്വിഡ് എന്ന് പറയുന്ന ഇന്റർഫേസ് മിസ് ചെയ്യും. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ there is something called as vapor pressure. Okay, this is ഈ term actually നിങ്ങൾക്ക് ന്യൂ ആണ് and you will learn about it in a chapter called colligative properties in class 12th. Okay, so I can't actually give you a very detailed explanation, but exactly അങ്ങനെയുള്ള ഒരു phenomenon ലിക്വിഡിനെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു phenomenon ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചില സബ്സ്റ്റൻസസിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയും ലോ ആയിരിക്കും that it will be almost similar to that of atmospheric pressure, and that's why this phenomenon happens. So just remember the examples are important. Camphor എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഉപയോഗിക്കുന്ന കർപ്പൂരം നമ്മൾ കണ്ടിട്ടില്ലേ? കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് സോളിഡ് ആയിരിക്കും, വൈറ്റ് സോളിഡ് അല്ലേ? അതിനെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വേപ്പറായി മാറുക, അവിടെ ഒരു ലിക്വിഡ് ഫോർമേഷൻ നമുക്ക് കാണാനേ പറ്റത്തില്ല. ദാറ്റ് ഈസ് camphor. പിന്നെ അമോണിയം ക്ലോറൈഡ്. Just remember these examples, okay? That's important. So I hope you guys understood today's topic. So in the next video we'll be discussing about the effect of pressure on interconversion of matter.